ബഹുമാനപ്പെട്ട പഞ്ചായത്ത് എക്സിക്യൂട്ടീവ് ഓഫീസർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീമാൻ ഉൽപ്പലാക്ഷിന് വേണ്ടി മെമ്പർ നാണപ്പൻ സംസാരിക്കാം. ഈ എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വർ കുറുപ്പിന് അഭിപ്രായം പറയാൻ എന്താണ് അവകാശം? അത് നീ അറിയേണ്ട കാര്യമില്ല. അക്ഷരം കൂട്ടി വായിക്കാൻ അറിഞ്ഞുകൂടാത്ത ഈ ഉണ്ണാക്കൻ നായരെ രക്ഷിക്കാൻ വേണ്ടിയല്ലയോ ഈ എക്സിക്യൂട്ടീവ് ഭരണിയെ ഇവിടെ കൊണ്ട് സ്ഥാപിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ആകെയാണ് പട്ടി വിളിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ ഒന്നടങ്കം പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കുക. പ്രതിപക്ഷത്തെ പട്ടി എന്ന് വിളിച്ച പ്രസിഡന്റ് രാജിവെക്കണം. ഈ പോക്കണംകോട്ടിലെ പഞ്ചായത്ത് പ്രസിഡന്റ് പെരിസ്ട്രോയിക്കായും ഗോർബച്ചയും നടപ്പിലാക്കാത്ത ചുറ്റുപാടിൽ ഞങ്ങൾ നിങ്ങളുടെ പെരിസ്ട്രോയിക്കായും വാഴയ്ക്കൊന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല. പിന്നെ ബഹുമാനപ്പെട്ട മെമ്പർക്ക് എന്താ വേണ്ടത്? ഇവിടെ പേറ്റു നോവുന്നാലും വയറ്റു നോവുന്നാലും വയറ്റാറ്റി നാണിയുടെ പച്ച മരുന്നല്ലേ ഉള്ളൂ. അതിന് ബഹുമാനപ്പെട്ട മെമ്പറോട് ഞങ്ങളാരും പറഞ്ഞില്ലല്ലോ 5 പറയാൻ. അതിനൊന്നും തന്റെ ഒത്താശ ഞാൻ ആവശ്യപ്പെട്ടില്ലല്ലോ. എന്തോന്ന് സൈലൻസ്? എനിക്ക് പറയാനുള്ളത് ബഹുമാനപ്പെട്ട പ്രസിഡന്റും അംഗങ്ങളും കേൾക്കണം. ഈ പഞ്ചായത്തിൽ ഒരു ഡോക്ടർ വേണം. എന്റെ പ്രകടന പത്രികയിൽ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ അത് എന്റെ വാർഡിൽ തന്നെ വരികയും വേണം. അതെന്താ വനിതാ മെമ്പറിന്റെ പത്രിക ഇത്ര പ്രത്യേകത? ഞങ്ങൾക്കും ഉണ്ടായിരുന്നു ഓരോ പത്രിക. അത് മെമ്പറിന്റെ കയ്യിൽ തന്നെ വെച്ചോണ്ടാ മതി. എന്റെ വാർഡിൽ തന്നെ ഡോക്ടർ വരണം. വനിതാ മെമ്പർ ഞാൻ പിന്താങ്ങുന്നു. ഞാൻ കുറെ കാലമായി വനിതാ മെമ്പറെ പിന്താങ്ങുന്നു. അതങ്ങോട്ട് മത്തങ്ങയുടെ ചമ്മലുണ്ട്. ഊർജിത ക്ഷീര വികസന മേഖലയായി പ്രഖ്യാപിച്ച ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ ചത്തുമലർന്ന നാൽക്കാലികൾ, ഇരുകാലികൾ, കോഴികൾ, പട്ടികൾ, പൂച്ചകൾ, ആടുമാടുകൾ എന്നിവയ്ക്ക് കയ്യും കണക്കുമില്ല. ഇതിനൊരു അറുതി വരുത്തണമെങ്കിൽ ഇവിടെ ഒരു മൃഗത്തിന്റെ ഡോക്ടർ വരേണ്ടത് അത്യാവശ്യമാണ്. ഇല്ല, പോക്കണംകോട്ടേക്ക് പോടാ എന്ന് സർക്കാർ ഏതെങ്കിലും ഡോക്ടർക്ക് ഉത്തരവിട്ടാൽ അയാൾ തിരുവനന്തപുരത്ത് തന്നെ മാറ്റക്കൽപ്പന വാങ്ങി വേറെ ഏതെങ്കിലും നരകത്തിലേക്ക് പോകും. മനുഷ്യനെ ചികിത്സിക്കാൻ ഡോക്ടർ വരാത്തെടുത്ത ചാണകം വരാൻ ഡോക്ടർ വരുന്നത്, അതും ഈ പോക്കണംകോട്ടിലേക്ക്. കുറിപ്പ് പറഞ്ഞാലും ശരി. ഈ പഞ്ചായത്ത് പ്രസിഡന്റ് വിചാരിച്ച ഇവിടെ ഒരു മണ്ണാങ്കടി നടക്കൂല. ഈ പഞ്ചായത്ത് ഉണ്ടായ കാലം മുതൽ ഈ കസേരയിൽ 8 കാലി കണക്ക് അള്ളിപ്പിടിച്ച് തൂങ്ങിക്കിടക്കുന്ന ഈ ഉണ്ണാക്കൻ പ്രസിഡന്റ് വിചാരിച്ചാൽ ഇവിടെ ഒരു മൃഗ ഡോക്ടർ എത്തുകയല്ല. മറുപടി ഒച്ചത്തിൽ പറയണം. ഇരിക്കണോ? പറയാം. എന്റെ അശ്രാന്ത പരിശ്രമം കൊണ്ടാണ് ഈ പഞ്ചായത്ത് ഒരു ഊർജിത ക്ഷീര വികസന മേഖലയാക്കി പ്രഖ്യാപിച്ചത്. അന്ന് സൊസൈറ്റിയുടെ തറക്കല്ലിട്ടുകൊണ്ട് ഞാൻ ചെയ്ത അധ്യക്ഷ പ്രസംഗം നിങ്ങൾ ഓർക്കുന്നുണ്ടാവുമല്ലോ. ഇല്ല, ആ സമയത്ത് ഞങ്ങൾ ആരും ജനിച്ചിട്ടില്ല. ഇപ്പൊ തറക്കല്ലേൽ അധ്യക്ഷൻ ഉണ്ണിക്കണ്ണൻ നായ എന്ന് എഴുതിയിരിക്കുന്നതേ ഞങ്ങൾ വായിച്ചിട്ടുള്ളൂ. ഊർജിത ക്ഷീര വികസനം നേതാവ് ഇരിക്കെ, ബാക്കി ഞാൻ പറയാം. ഊർജിത ക്ഷീര വികസനം എന്ന് പറയുമ്പോ ഉണ്ണിക്കണ്ണൻ നായരെ, എന്റെ പ്രസിഡന്റ്, ഞങ്ങൾക്ക് ചൊറിയും. ഇവിടെ ഒരു മൃഗ ഡോക്ടർ വരണമെങ്കിൽ താനാ കസേരന്ന് ഇറങ്ങണം, ഞങ്ങൾ കേറണം. ഈ ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും അത് നടക്കുകയില്ല. ഉണ്ണിക്കണ്ണൻ നായർ ചത്താലും വേണ്ടില്ല, അത് നടത്തിക്കും. അടുത്ത തിങ്കളാഴ്ചക്കാണ് മൃഗ ഡോക്ടറെ കൊണ്ടുവന്നില്ലെങ്കിൽ ഞങ്ങൾ അവിശ്വാസ പ്രമേയം കൊണ്ടുവരും. അപ്പൊ 2 ഒന്നറിയാം. വാ നേതാവേ, നമുക്ക് വാക്കൗട്ട് നടത്താം. അതിന്റെ അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. ഉണ്ണിക്കണ്ണ മൂരാച്ചി തന്നെ പിന്നെ കണ്ടോളാം. UDC കുമാരി, പഞ്ചായത്തിലെ ഏക അപ്പർ ഡിവിഷൻ ക്ലാർക്ക്. ഇവൾ ചലിച്ചാൽ പോക്കണംകോട് പ്രായഭേദമന്യേ ചലിക്കുന്നു. ഇവൾ ചിരിച്ചാലോ പോക്കണംകോടും ചിരിക്കുന്നു. ഇവളുടെ അങ്കലാവണ്യം പോക്കണംകോടിന്റെ ഹരമാകുന്നു. ഇത്തവണ നമുക്ക് തന്നെയാണ് ഭൂരിപക്ഷം. മഞ്ഞ പോകാം. ഈ ചെറുപ്പക്കാരനെ നോക്കൂ.
ഊർജിത ക്ഷീരവികസന പദ്ധതി സഫലമാകുമ്പോൾ ഒരു ഉപോൽപ്പന്നം എന്ന പോലെ രൂപം കൊള്ളാവുന്ന പാൽ സൊസൈറ്റിയുടെ സെക്രട്ടറി ആവാൻ ഇന്നേ തയ്യാറായിരിക്കുന്ന ഈ ചെറുപ്പക്കാരൻ സൊസൈറ്റി ബാലൻ എന്നെ സ്വയം വിശേഷിപ്പിക്കാറുള്ളൂ. എന്താ ഞാൻ പിണങ്ങി. എന്ത് പറ്റി? എത്ര വട്ടം ഞാൻ പറഞ്ഞു എന്നെ ഇങ്ങനെ യു ഡി സി എന്ന് വിളിക്കല്ലെന്ന്. അത്രേ ഉള്ളൂ. എല്ലാവരും UDC അങ്ങനെയല്ലേ വിളിക്കുന്നത്? എല്ലാരെയും പോലാണോ ബാലേട്ടൻ? ബാലേട്ടാ. എന്താ വിളിച്ചേ? ബാലേട്ടൻ. കുമാരി പ്ലസ് ബാലൻ. ഈ നാട്ടിലെ സർവ്വ മതിലുകളിലും ഞാൻ എഴുതി വെക്കും ബാലൻ പ്ലസ് കുമാരി. ഈ നാട്ടുകാർ മുഴുവൻ അറിയട്ടെ നമ്മുടെ അതൊന്നും റിലേഷൻഷിപ്പ്. വേണ്ട ബാലേട്ട. അയ്യോ അത് വേണം. അയ്യോ ഓഫീസിൽ പോകാൻ നേരമായി, ഞാൻ പോട്ടെ. അതെ, അച്ഛൻ തന്നെ. എന്താ സംശയമുണ്ടോ? എന്താണ് അവിടെ? ഇവിടെ സൊസൈറ്റി രൂപീകരിക്കും. അമ്മയുടെ സൊസൈറ്റി പോകാൻ. പപ്പേട്ടാ, പപ്പേട്ടൻ രാവിലെ തന്നെ വലിയ അധ്വാനമാണല്ലോ. എന്റെ വലിയ പരമ്പരാവർ അമ്മൂട്ടിയമ്മേ, നെയ്യ് അനങ്ങാതെ ജീവിക്കാൻ പറ്റുമോ? വെറുതെ ആളെ കളിയാക്കാതെ പപ്പേട്ട. രാവിലെ പാടത്തിറങ്ങി ചേറിൽ കൈമുക്കി നിപ്പാണ് എന്നെ കാണിക്കുക. ഒന്ന് പോടി പെണ്ണേ. ഞാൻ ഈ വെയിലത്തും മഴയത്തും ഒക്കെ കിടന്ന് പാടുപെടുന്ന ആർക്ക് വേണ്ടിട്ടാ? ആർക്ക് വേണ്ടിട്ടാ? എന്റെ അമ്മക്കുട്ടിക്ക് വേണ്ടിട്ട്. പിന്നെ നമുക്കുണ്ടാകുന്ന ഒരു ഡസൻ പിള്ളേർക്ക് വേണ്ടിട്ട്. അയ്യ, ഇപ്പോഴേ വല്ലതും സമ്പാദിച്ചാലേ പറ്റൂ. തറവാട്ട് സ്വത്ത് മുഴുവൻ നിന്റെ അച്ഛൻ അമ്മക്കി വെച്ചിരിക്കല്ലേ? വെറുതെ അച്ഛനെ പിണക്കണ്ട കേട്ടോ. പഞ്ചായത്തിലെ വഴക്കിനൊക്കെ പപ്പേട്ടന് കൂട്ടുണ്ടെന്ന് അച്ഛൻ പറയുന്നേ. ഹോ, അത്രേ ഉള്ളൂ. നീ നോക്കിക്കൂടെ അമ്മു. അമ്മാവനെ ഞങ്ങൾ എല്ലാരും കൂടി ആ കസേരയിൽ ഉന്തി പറിച്ച് താഴെ ഇടും. അസലായി. ഇപ്പൊ തന്നെ അച്ഛൻ ആകെ ചൂടായിരിക്കുക. പെരുമ്പിലാവ് ഉണ്ണിക്കണ്ണൻ നായരുടെ പോക്കനങ്കേട് അവസാനിപ്പിക്കുക. പഞ്ചായത്തുണ്ണി രാജിവെക്കുക. ഉണ്ണിക്കണ്ണ മൂരാച്ചി രാജിവെച്ച് പുറത്തു പോവുക. കാണാതെ പഠിക്കാനോടാ? പഠിച്ചു കഴിഞ്ഞു സാർ. നോക്കി നിൽക്കണം, കീഴട ഗോപാല. അമ്മയുടെ വിളംബരം. നല്ല ചായ, ചിലരൊക്കെ നന്നായിരിക്കും. എന്താ പറഞ്ഞ? അല്ല, എഴുതി വെച്ച എന്റെ എല്ലോ അടിക്കണമെന്ന് പറയാനും സാർ. എല്ലാം ഒക്കെ പിന്നോടിക്കാം. അതിനു മുമ്പ് ഇതൊക്കെ വലിച്ചു കയറി ദൂരെ കളാ. താങ്കളത് കൂടറോ? സാറേ, ആ ബാഗ് തന്നെ ഞാൻ പിടിച്ചോളാം. എന്നാ പിടിച്ചോ. സാറൊന്ന് കയറി. പോട്ടെ. അമ്മോ, എവിടെ പോയിട്ട് പരിപാടി? അമ്പലത്തിൽ നിന്ന് വരും വഴിയാ. ആ, നീയോ ശാന്തി കഴിഞ്ഞ് വരികയായിരിക്കും. ഇവിടെ പുറകെ വായു നോക്കി നടന്നോളാമെന്ന് നീ എവിടെയെങ്കിലും വല്ല വഴിപാട് നേർന്നിട്ടുണ്ടോ? അച്ഛാ, അതെന്താ നീ നേർന്നിട്ടുണ്ടോ? ഞാൻ പോരുന്ന വഴിക്ക് ഇവൻ പുറകെ പോന്നു അല്ലേ? നിനക്ക് നാണിക്കാൻ അറിയാതെ പോയല്ലോടാ പപ്പ. ചുമ്മാ ഒരു കാര്യം മണത്ത്. അമ്മാവനാണെന്ന് ഞാൻ നോക്കില്ല. പപ്പേട്ടാ, നീ മിണ്ടരുത്. ഓടി വീട്ടില്. രാത്രി മുഴുവൻ എനിക്കെതിരായിട്ട് പോക്കിത്തരം എഴുതി പറ്റിക്കല്, പകല് മുഴുവൻ എന്റെ മോക്ക കമ്പനി സേവിക്കല്. ഏട്ടന് ദേഷ്യം വരാൻ ഇത്തിരിയൊക്കെ മതി. ഏട്ടന്റെ സ്വഭാവം നിനക്കറിയാത്തല്ലോ പപ്പ. അമ്മാവനായി പോയതുകൊണ്ടാ, അല്ലെങ്കിൽ ഞാൻ ചുമ്മാ കുരുത്തക്കേട് പറയാതടാ. നീ എന്തിനാ കൂട്ടും കൂടി ഏട്ടനെ കുറ്റം പറഞ്ഞോണ്ട് ഇങ്ങനെ നടക്കുന്നത്? ഈ പപ്പേട്ടനെ കൊഞ്ചിച്ച് ഇത്രയും വഷളാക്കുന്ന അമ്മേനെയാ. പെണ്ണതെ ചവിട്ടി ഞാൻ. മൂക്കത്ത ചെക്കന്റെ ദേഷ്യം കൊടുത്തു വെച്ച പോലെ അച്ഛന്റെ വാശിയും വഴക്കും ഒക്കെ കിട്ടിയിരിക്കുന്നത്. അത് കൊള്ളാമല്ലോടി. അവൻ എന്റെ മോന്റെ സ്വഭാവമല്ലാതെ അയലത്തെ നമ്പ്യാരുടെ സ്വഭാവമാണോ കിട്ടുന്നത്? നിന്റെ ചേട്ടൻ ആരാ? ദിവാംബേദ്കരോ? ചേരപ്പൻ? തന്തയോടായാലും ശരി, തന്തയില്ലാത്തരം പറഞ്ഞ മുഖത്ത് നോക്കി കാര്യം പറയണം. അതാണ് തറവാട്ടുകാരുടെ മഹിമ. അയ്യടാ, നല്ല ഉപദേശം. ചുമ്മാതല്ല മുത്തശ്ശി പിണങ്ങി പോയി മോളുടെ കൂടെ താമസിക്കുന്നേ. മോളെ കൊച്ചു മോളെ പോയി കഞ്ഞോളം. അവളുടെ അമ്മൂമ്മയുടെ മുത്തച്ഛി.
അവിടെ തന്നെ അങ്ങ് ചവിട്ടി കീറി കുഴിച്ചുകൂടാൻ എനിക്ക് തോന്നിയത് ഇക്കാരി. എന്റെ ആമർന്നവനായതുകൊണ്ട് ഞാൻ മോസ്തുതി പറയില്ല. അങ്ങേര് ഒറ്റ ഒരുത്തനെ ആ കുരുത്തം കിട്ടവന് വളം വെച്ച് കൊടുക്കണം. മോങ്ങണ്ട വെറുതെ അടിക്കും. എന്തെങ്കിലും കാര്യം പറയുമ്പോ വളവളാന്ന് അങ്ങ് മൂങ്ങിക്കോളും. കടിയും ചിരിയായിട്ട് നടന്നപ്പോഴേ കുന്തവേ ഞാൻ പറഞ്ഞതാ. കണ്ടില്ലേ അവിടെ പോട്ടടി, നീ ഇച്ചിരി കഞ്ഞിങ്ങോട്ട് വിളമ്പ്. അമ്പടി നിനക്കെന്നെ കണ്ടുകൂടാതായോടി കുഞ്ഞിലക്ഷ്മി. 10-40 വർഷം എൻ്റെ കൂടെ കഴിഞ്ഞവളല്ലയോ നീ? ഇങ്ങനെയും പെണ്ണുങ്ങളുണ്ടോ എൻ്റെ ഭഗവതി? കുഞ്ഞിലക്ഷ്മി, ഒരായുസ് മുഴുവൻ നിന്നെ നോക്കിയിരുന്നാലും മതിയാവില്ലെന്ന് പറഞ്ഞ മനുഷ്യനാ. ഇനിയിപ്പോ എന്തിനായി കിളവിയ? എന്നാൽ അങ്ങേ 2 കുഞ്ഞുങ്ങളെ പെറ്റതല്ലേ ഞാൻ. വയസ്സുകാലത്ത് എനിക്ക് ഇത്തിരി വെള്ളം അനത്തി തരാൻ ആരെങ്കിലും ഉണ്ടോന്ന് നിനക്ക് വല്ല വിചാരം ഉണ്ടോടി? ഞാനുള്ളപ്പോ ഒന്നിന്റെയും കുറവറിയാത്ത മനുഷ്യൻ. ബലാകുൽസ്യാതെയൊക്കെ തെറ്റാതെ തേക്കനുണ്ടാവും. ദീർഘായുസ് കൊടുക്കണേ ഭഗവതി.